തയ്ക്കുന്നതിൻ്റെ ഇടയിൽ പണി കിട്ടുക എന്നുള്ളത് തയ്യൽക്കാരെ സംബന്ധിച്ച് ഒരു പുതുമുള്ള കാര്യമല്ല. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പണി കിട്ടാം. സാധാരണ നൂല് പൊട്ടാ സൂചി ഒടിയുക ഇതൊക്കെ തന്നെയാണ് മെയിൻ പണികൾ. പക്ഷേ ഈ പ്രാവശ്യത്തെ ഇത്തിരി കടന്നു പോയിട്ട് ആ ഫൂട്ട് തന്നെ 2 കഷ്ണമായി പോയി. ചെറിയൊരു സാഹസികത ചെയ്തതാണ്, നല്ല 8ന്റെ പണിയാണ് കിട്ടിയത് കേട്ടോ. ഞാൻ എന്നോട് തന്നെ ഒരു ചലഞ്ച് വെച്ചിട്ട് ഈ 1 മീറ്റർ തുണി കൊണ്ട് ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ്. ഒരു ലോങ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ പണി കിട്ടിയത്. എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് വീനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കാണാം. നമ്മുടെ മെയിൻ ക്ലോത്തിൽ നമ്മൾ നെക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയിട്ടോ കട്ട് ചെയ്തിട്ടോ ഇല്ല, നമ്മൾ ക്യാൻവാസിലാണ് നെക്ക് അടയാളപ്പെടുത്തുന്നത്. 3.5 ഇഞ്ച് വിഡ്ത്തും ലെങ്ത് ആയിട്ട് 9 ഇഞ്ചുമാണ് എടുക്കുന്നത്. എന്നിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് വരയ്ക്കാണ്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് കർവ് ചെയ്താണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അളവിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ നമ്മളൊരു ലൈനിങ് തുണി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതേ കണക്കിന് ഒന്ന് പതിപ്പിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അയൺ ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ അയൺ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അരികെ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് നെക്കിൻ്റെ ഒരു ഭാഗം കിട്ടും. എന്നിട്ട് ഈ ഒരു സംഭവമാണ് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുക്കൂടെ ഒരു അടി കൊടുക്കുകയാണെങ്കിൽ അത് തെന്നി മാറാണ്ടൊക്കെ ഇരിക്കും. എന്നിട്ട് ആ വീട് അരികത്ത് കൂടെ നമ്മുടെ ക്യാൻവാസിൻ്റെ അരികത്ത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കത്തെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലെ മറിച്ചിടുവാണെങ്കിൽ നല്ല അടിപൊളി വീനെക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ ഒന്ന് പതിപ്പിച്ചടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീനെക്ക് നിങ്ങൾ ഇതുപോലെയാണോ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീനെക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂലല്ലോ അല്ലേ.